ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ്. അതിനായിട്ട് ഞാനൊരു കലം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കലത്തിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 എരിവുള്ള പച്ചമുളക്, ഒരു 5 ചുവന്നുള്ളി. ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക്. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് കളർ. മഞ്ഞൾപ്പൊടി ഇത്ര അധികം ഇടണം, കളർ മഞ്ഞച്ചാളിലിരിക്കണം. കാരണം പച്ചമുളക് അധികമാണ് ഇതിനകത്ത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അല്പം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വിനാഗിരി, 1-1.5 ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഒഴിക്കുന്നുള്ളൂ. ഇവയെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഈ കറിയുടെ ടേസ്റ്റ് വന്നത്. മൺകലം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം നമ്മൾ നല്ലോണം ഇത് തിരുമ്പുമ്പോൾ മൺകലത്തിൻ്റെ അടി പൊട്ടാൻ സാധ്യത. അപ്പോൾ അടിയിലൊരു ടവലോ എന്തെങ്കിലും ഇടണം നല്ലതാണ് കേട്ടോ. ഈ കറി മഞ്ഞച്ചാണ് ഇരിക്കണം, ചുമന്നിരിക്കാമല്ലോ. അതാണ് മഞ്ഞൾപ്പൊടി ഇത്ര അധികം ഇടുന്നു പറയണത്. അധികം ഇടണം എടുക്കുന്ന മഞ്ഞൾപ്പൊടി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് നല്ലോണം ആ സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഇതിനകത്തേക്ക് വരണം. ഞാനൊരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയിലും കൂടി ചുവന്നുള്ളി ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. നല്ലോണം തിരുമ്മിയിട്ടുണ്ട്. അതിൽ നല്ലോണം തിരുമ്മി നല്ല എല്ലാവരും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ആ സവാളയുടെ നീരൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. ഈ തിരുമ്മിയെ കൂട്ടുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണേ. ഞാൻ ഇതേ വലിപ്പത്തിൽ അധികം പുളി കുറഞ്ഞ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1.5 മാങ്ങയുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊരു കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ഒരു ചെറിയ തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ എടുത്തിരിക്കണം. 1-ാം പാല് നമുക്ക് മാറ്റി വെക്കണം, പിന്നീട് ആവശ്യമുണ്ട്. ഇപ്പം 2-ാം പാൽ അധികം വെള്ളം ചേർക്കാതെ ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ വെള്ളവും ചേർക്കേണ്ട. ഇതിനകത്ത് ഇടന്നാണ് ഇത് വേവുന്നത്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ തിരിഞ്ഞ നല്ല മണമൊക്കെ ഇടാം. വെളിച്ചെണ്ണയുടെയും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേവട്ടെ. ഒന്ന് ഒരു 5-10 മിനിറ്റ് ആയിട്ട് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കത്. മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു 3/4 വേവായിട്ടുണ്ട്. നല്ല ഇതൊരു കുറുകിയ കറിയാണിട്ടത്. നല്ല തിക്കായിട്ടിരിക്കും ഈ കറി. നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോഴേക്കൊന്ന് ശരിയാവും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കത്. നല്ലോണം വെന്ത് കുറുകിയിട്ടിട്ടാണ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്ട് ഇത് വേവിച്ചെടുത്തത്. നല്ല വെന്ത് കുറുകിയാണ്ട നല്ല തിക്കായിട്ടുണ്ട് അതിൻ്റെ ചാറക്ക. നമുക്കിനി ഇതിനകത്തേക്ക് ഞാൻ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. നേരത്തെ ആ 2-ാം പാൽ എടുത്തില്ലേ, ഞാൻ ആദ്യത്തെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലുണ്ട്. 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തിള വരണ്ട കേട്ടോ. ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇപ്പം തന്നെ ഇറക്കി വെക്കാം നമുക്ക്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എൻ്റെ ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇറക്കി വെച്ച് താളിക്കാം. ഇതൊന്ന് തിള വരരുത് കേട്ടോ. 1-ാം പാൽ ഒഴിച്ചാൽ അപ്പം അതിന് നമുക്ക് ഇറക്കി വെക്കാം. താളിക്കാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു 10-15 ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ താളിക്കാനായിട്ട്. അത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഈ അങ്കമാലി മാങ്ങക്കറി വെച്ച് അന്ന് തന്നെ കൂട്ടരുതട്ടെ. അല്ലെങ്കിൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് കൂട്ടുക, അല്ലെങ്കിൽ ഉച്ചക്ക് വെച്ചിട്ട് വൈകുന്നേരം കൂട്ടുക. അതാണ് നല്ല ടേസ്റ്റ്. ഇരുന്ന് കഴിയണം. ഇരുന്ന് തണുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടണേട്ട് ഇതിന്. അല്ല, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉള്ളി മുരിഞ്ഞു വന്നിട്ടാ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു കളറിനും ഭംഗിക്കൊക്കെ വേണ്ടി. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ താളിപ്പ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.